പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സമരം ചെയ്യുന്ന കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് ഇന്ന് രാവിലെ 11 മണിയോടെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും. പഞ്ചാബിൽ നിന്നും കൂടുതൽ കർഷകർ ട്രാക്ടറുകളുമായി അതിർത്തിയിലെത്തി. മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ കർഷകരെ ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർഷകരുടെ നീക്കത്തെ തടയാൻ കർശന നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വാഹനങ്ങൾ ഡൽഹിയിലേക്ക് കടത്തിവിടുന്നത്. പോലീസ് നിയന്ത്രണങ്ങൾ മറികടക്കാൻ പ്രത്യേകം സജ്ജമാക്കിയ ട്രാക്ടറുകളും JCBകളും കർഷകർ ശംഭു അതിർത്തിയിലെത്തിച്ചു. സമരക്കാരുടെ ട്രാക്ടറുകൾ തടയാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് പഞ്ചാബ് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായുള്ള 4ാമത്തെ ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഡൽഹിയിലേക്ക് നീങ്ങാൻ കർഷകർ തീരുമാനിച്ചത്. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജനും ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണനും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, 11 മണിക്ക് ഡൽഹി ചലോ തുടങ്ങുമെന്ന് ഉറപ്പാണോ? നിതിൻ അംബുജൻ ശംഭു അതിർത്തിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, 11 മണിക്ക് തന്നെ ഡൽഹി ചലോ മാർച്ച് തുടങ്ങുമെന്ന് ഉറപ്പാണോ? വേണു, 11 മണിക്ക് തന്നെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ തന്നെ കർഷകർ ഇവിടെ സംഘടിക്കുന്നുണ്ട്. ശംഭു അതിർത്തിയിൽ ഇപ്പോൾ ശംഭു അതിർത്തിയിലെ കാഴ്ച നമുക്ക് കാണാം. വലിയ രീതിയിൽ തന്നെ പോലീസിന്റെ ഭാഗത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ട്രാക്ടറുകൾ കൂടാതെ ട്രാക്ടറുകൾ ഒഴികെ മറ്റൊരു വാഹനവും തന്നെ പോലീസ് ഇപ്പോൾ ഈ ശംഭു അതിർത്തിയിലേക്ക് കടത്തിവിടുന്നില്ല. പ്രത്യേകിച്ചും JCBകൾ അതോടൊപ്പം തന്നെ മറ്റ് വലിയ യന്ത്രങ്ങളടക്കം കൊണ്ടുവന്നുകൊണ്ട് ഡൽഹിയിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ കർഷകരുടെ തീരുമാനം. എന്തായാലും 11 മണിക്ക് തന്നെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരുമായുള്ള പല വട്ട ചർച്ചകൾ അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് കർഷകർ ഇപ്പോൾ ഡൽഹിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന്റെ വലിയ നിയന്ത്രണങ്ങൾ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ പോലീസ് ബാരിക്കേഡുകൾ തീർത്തും അതോടൊപ്പം തന്നെ മുള്ളുവേലി സ്ഥാപിച്ചും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ മറികടന്ന് പോകുമെന്ന പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. അതിനുള്ള പല വിധത്തിലുള്ള ട്രാക്ടറുകൾ അതോടൊപ്പം തന്നെ JCBകളെല്ലാം തന്നെ ഇന്നലെ മുതൽ തന്നെ ശംഭു അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് കർഷകർ നടത്തുന്നത്. പ്രധാനമന്ത്രി മുന്നോട്ട് വന്നുകൊണ്ട് നിയമം ഉറപ്പാക്കുന്ന ഒരു ഉറപ്പ് തങ്ങൾക്ക് നൽകണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളുമായി തന്നെ കർഷകർ മുന്നോട്ട് പോകുന്നു. സമാധാനപരമായി ഡൽഹിയിലേക്ക് നീങ്ങാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് കർഷകർ അല്പസമയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പലതരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ തങ്ങൾ സ്വീകരിക്കും. പോലീസിന്റെ കണ്ണീർവാതക ഷെല്ലുകൾ ഇവ മറികടക്കാൻ പാകത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളെല്ലാം തന്നെ തങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അല്പസമയം തന്നെ ഒരു കർഷകൻ നമ്മളോട് വ്യക്തമാക്കിയത് ടൂത്ത് പേസ്റ്റും അതോടൊപ്പം തന്നെ മറ്റ് നനഞ്ഞ ചാക്കുകൾ കൊണ്ട് തന്നെയാണ് ഈ കണ്ണീർവാതക ഷെല്ലുകളെ തങ്ങൾ മറികടക്കുക. മറ്റൊരു തരത്തിലുള്ള ആയുധങ്ങളോ ഒന്നും തന്നെ തങ്ങളുടെ പക്കലില്ല. എന്തായാലും ട്രാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് പോകുക എന്ന് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ദില്ലിയിലേക്ക് പോവാം. എന്തായാലും ഡൽഹിയിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം കർഷകർ നടത്തുന്നുണ്ട്. ഇപ്പോൾ സംഘടനകൾ തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി അടക്കം ഇതിൽ ഇടപെട്ടുകൊണ്ട് നിയമം ഉറപ്പാക്കാൻ അടിയന്തരമായി ഇടപെടണം എന്നൊരു ആവശ്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. മാത്രവുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളടക്കം കണ്ടതാണ് ഏതാണ്ട് 1500-ലധികം ട്രാക്ടറുകൾ ഇത്തരത്തിൽ ശംഭു അതിർത്തിയിൽ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തന്നെ കൂടുതൽ ട്രാക്ടറുകളും കർഷകരും ഇവിടെ എത്തിക്കൊണ്ട് ഒരുമിച്ച് സംഘടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഈ മാസം 13-നാണ് കർഷകർ വൈകിട്ട് ശംഭുവിൽ തമ്പടിച്ചത്. അതിനുശേഷം 14-ഉം 15-ലും തന്നെ വലിയ തരത്തിലുള്ള സംഘർഷം ഇവിടെ ഉണ്ടായിരുന്നു. സമാനമായ ഒരു സാഹചര്യം ഒരുപക്ഷെ ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാവിധ സജ്ജീകരണങ്ങളായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അതിനെ തടയാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. സ്വാഭാവികമായിട്ടും അത്തരമൊരു നടപടി ഉണ്ടായാൽ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചൊരു പശ്ചാത്തലത്തിൽ വലിയ സംഘർഷങ്ങൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള സുരക്ഷാ നടപടികളടക്കം പഞ്ചാബ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ജില്ലാ പോലീസ് മേധാവികൾക്ക് വലിയ ട്രാക്ടറുകളും അതോടൊപ്പം തന്നെ JCBകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹരിയാന DGPയാണ് ഇന്നലെ പഞ്ചാബ് DGPക്ക് വലിയ ട്രാക്ടറുകളൊക്കെ തന്നെ തടയണം എന്നൊരു ആവശ്യപ്പെട്ടത്. അതുപ്രകാരം തന്നെയാണ് പഞ്ചാബ് DGP ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും 1500-ലധികം ട്രാക്ടറുകൾ അതോടൊപ്പം തന്നെ കർഷകരുടെ വാഹനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 11 മണിക്കാണ് ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കുക. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഹരിയാന ഭരിക്കുന്നത് BJP സർക്കാർ. സ്വാഭാവികമായും ഈ ദില്ലി ചലോ മാർച്ച് തടയാനുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവിടെ പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പഞ്ചാബ് സർക്കാർ ഇതിൽ വ്യത്യസ്തമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഹരിയാനയിൽ ഈ കണ്ണീർവാതക ആക്രമണമൊക്കെ നടക്കുമ്പോൾ ആ കർഷകർക്ക് ചികിത്സ ഉറപ്പാക്കുക, അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പഞ്ചാബ് സർക്കാർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഹരിയാന DGPയുടെ നിർദ്ദേശത്തിന് വഴങ്ങുകയാണോ പഞ്ചാബ് പോലീസ് നേതൃത്വവും?
വേണു, നമുക്ക് ഈ മാർച്ച് ആരംഭിച്ച ദിവസം തന്നെ ഓർമ്മയുണ്ട്. പഞ്ചാബ് പോലീസിനടക്കം തന്നെ വലിയ സുരക്ഷാ നടപടികളൊക്കെ തന്നെ ഉണ്ടായപ്പോഴാണ് കർഷകർ വലിയ തരത്തിൽ തന്നെ ട്രാക്ടറുകളുമായി ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചത്. പിന്നീട് പഞ്ചാബിലെ വിവിധ ഗ്രാമങ്ങൾ, ചണ്ഡീഗഡ്, അമൃത്സർ, ലുധിയാന അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും കർഷകർ കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശംഭു അതിർത്തിയിലെത്തിയത്. അപ്പോഴും പോലീസിന്റെ ഭാഗത്തും യാതൊരു തരത്തിലുള്ള കൃത്യമായ യാതൊരു നടപടിയും കർഷകർക്ക് നേരെ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ അതിർത്തിയിലെത്തിയപ്പോൾ ഹരിയാന പോലീസ് ബാരിക്കേഡ് തീർത്തും മുള്ളുവേലി സ്ഥാപിച്ചുമാണ് ഇതിനെ പ്രതിരോധിച്ചത്. പിന്നീട് കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കർഷകർക്ക് നേരെ പ്രയോഗം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം ഇപ്പോൾ പോലീസിനോട് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കർഷകരുടെ വാഹനങ്ങൾ, പ്രത്യേകിച്ചും ജീവന ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള കർഷകരുടെ പ്രത്യേക സജ്ജമാക്കിയ ട്രാക്ടറുകൾ, JCB-കൾ എന്നിവ തടയണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പഞ്ചാബ് DGP മറ്റ് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും മേഖലയിൽ ഇന്റർനെറ്റ് നിരോധനം അടക്കം ഇപ്പോഴും തുടരുന്നുണ്ട്. കർഷകർ കൂട്ടത്തോടെ ഇപ്പോഴും ഈ ശംഭു അതിർത്തിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തും എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ഈ വലിയ JCB-കളും അതോടൊപ്പം തന്നെ മറ്റ് ട്രാക്ടറുകളൊക്കെ എത്തുമ്പോൾ അത് തടയാനായി പോലീസ് എല്ലാം തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും ഇന്ന് കൂടുതൽ പോലീസിനെ അടക്കം വിവിധ മേഖലകളിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. ഹരിയാനയിലെ മനേസറിൽ കർഷകരെയെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഡൽഹി പ്രക്ഷോഭം ശക്തമാക്കും എന്ന പ്രഖ്യാപനം കർഷകർ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടത്തോടെ പല സ്ഥലങ്ങളിൽ നിന്നും കർഷകരെ എത്തിക്കുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പഞ്ചാബ് കൂടാതെ ഹരിയാനയിലെ കുരുക്ഷേത്ര, പാനിപ്പത്ത്, സോണിപ്പത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൂട്ടത്തോടെ കർഷകർ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ശംഭുവിൽ നിന്ന് നീങ്ങിയാൽ പിന്നീട് അംബാല, അതോടൊപ്പം തന്നെ കുരുക്ഷേത്ര അടക്കമുള്ള പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ പോലീസ് വലിയ തരത്തിൽ തന്നെ ബാരിക്കേഡ് സ്ഥാപിച്ചും അതോടൊപ്പം തന്നെ മറ്റ് പല നിയന്ത്രണങ്ങളും കൊണ്ട് തടയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെല്ലാം മറികടന്ന് ഡൽഹിയിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ നമുക്കറിയാം 2020 ഒരു ഐതിഹാസിക സമരം കർഷകർ നടത്തിയിരുന്നു ശംഭു അതിർത്തിയിൽ. ഇതുവഴി തന്നെ കർഷകർ പിന്നീട് സിംഗു അതിർത്തിയിൽ തമ്പടിക്കുകയായിരുന്നു. സമാനമായി തന്നെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കർഷകരെല്ലാം തന്നെ ഇത്തരത്തിൽ ട്രാക്ടറുകളുമായി കൂട്ടത്തോടെ ശംഭു അതിർത്തിയിലേക്ക് പോകുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. മാത്രമല്ല വ്യാപകമായ രീതിയിൽ കസ്റ്റഡിയിലെടുക്കുന്ന നടപടി ഹരിയാന പോലീസിന്റെ ഭാഗത്തും തുടരുന്നുണ്ട്. ഇവയെല്ലാം മറികടന്ന് പോകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ എല്ലാം സജ്ജമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 6 മാസത്തേക്കുള്ള റേഷൻ അടക്കമെല്ലാം തന്നെ തയ്യാറെടുത്തുകൊണ്ടാണ് സമരത്തിലേക്ക് പോകുന്നത്. എന്തായാലും MSPയിൽ ഒരു നിയമപരമായ ഉറപ്പിൽ നിന്നും പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരുമായി ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത്. വേണു, ശരി. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, 11 മണിക്ക് ഡൽഹി ചലോ മാർച്ച് തുടങ്ങുമെന്ന് പറയുകയാണ് കർഷകർ. ഇനിയും ചർച്ചയ്ക്കുള്ള സാധ്യത കേന്ദ്ര സർക്കാർ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ കർഷകർക്ക് അനുകൂലമായി എന്ത് പുതിയ വാഗ്ദാനം മുന്നോട്ട് വയ്ക്കാൻ കേന്ദ്രത്തിന് കഴിയും? ശേഷം കേന്ദ്ര സർക്കാർ പറയുന്നത് സമവായത്തിനുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കർഷക സംഘടനകളുമായിട്ട് പിൻവാതിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. അമരീന്ദർ സിംഗ് അടക്കമുള്ള മുതിർന്ന BJP നേതാക്കളാണ് ഇതിന് ശ്രമിക്കുന്നത്. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അമരീന്ദർ സിംഗ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കുറച്ച് നാളുകളിലേക്ക് സമയബന്ധിതമായിട്ട് ചർച്ചകൾ നടത്താം, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കർഷക സംഘടനകളോട് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉടൻ വന്നാൽ രാജ്യത്തിന്റെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യപ്പെടുന്ന എല്ലാ ഇനങ്ങൾക്കും MSP എന്ന ആവശ്യത്തിലേക്ക് അടുത്ത നാളുകളിലെങ്ങും പോകാനായി സാധിക്കില്ല. മറിച്ച് അനുഭാവപൂർണ്ണം പൂർണ്ണമായിട്ടും ഈ MSP ലഭ്യമാക്കുന്ന വിധത്തിലേക്കുള്ള നടപടികൾ ആരംഭിക്കാം. അത് ഘട്ടം ഘട്ടമായിട്ട് തുടരാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ കർഷകരെ സംബന്ധിച്ച് അവർ നിയമനിർമ്മാണം എന്ന നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ്. സമരത്തിന് ഒപ്പം ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് അവർ പറയുമ്പോഴും ഈ ചർച്ചകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സമവായം ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനമായിട്ട് ഉയരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ സാഹചര്യങ്ങൾ സർക്കാർ വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2 സംസ്ഥാനങ്ങൾക്കും ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകണം. ദേശീയപാതകളിൽ വാഹന ഗതാഗതത്തെ തടയുന്ന വിധത്തിൽ ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അത് പ്രതിരോധിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ചർച്ചയും ഒപ്പം ഈ സമരത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളും എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഡൽഹിയുടെ അതിർത്തികളിൽ നിന്ന് അകത്തേക്ക് ഇവരെ കയറ്റിവിടാതിരിക്കാനായിട്ടുള്ള നിർദ്ദേശം ഡൽഹി പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും മാർഗങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് ട്രക്കുകളിൽ അടക്കം ഏതെങ്കിലും മാർഗങ്ങളിൽ ഡൽഹിയുടെ അതിർത്തി കടക്കാനായിട്ട് കർഷകർ ശ്രമിച്ചേക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ മുതൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്. വേണു, ശരി. ആർ രാധാകൃഷ്ണനും നിതിൻ അംബുജനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.